ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ST കിച്ചൺ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ 2 സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൺ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ബ്രെഡിനെ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചൊന്ന് നടുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. നമുക്ക് ആ ഒരു നടുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഹോളിട്ട് അതിൻ്റെ ആ ഒരു ബ്രെഡ് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന 4 ഇതുപോലെ നമുക്ക് ഹോളിട്ടെടുക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുത്ത് ബട്ടർ എല്ലാ ഭാഗത്തും ആ പാൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ 4 ബ്രെഡ് ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വരും. അപ്പോൾ തീ കുറച്ച് വെച്ച് നമുക്കിതുപോലെ 4 ബ്രെഡും എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ബ്രെഡെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുട്ടയുടെ 4 മുട്ടയുടെ ഇത് മാത്രമാണ് കേട്ടോ, മഞ്ഞ മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഇവിടെ 4 മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ഉപ്പൊന്ന് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു സൈഡ് നല്ലതുപോലെ മൊരിച്ചെടുക്കണം, ഒരു സൈഡ് അധികം മൊരിയണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴും മൊരിഞ്ഞ് കിട്ടുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ, കരിഞ്ഞു പോകരുത്. അപ്പം ഞാൻ ഇവിടെ എല്ലാം മൊരിച്ച് തിരിച്ച് ഇതുപോലെ ഒന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സൈഡ് മാത്രമേ നല്ലതുപോലെ മൊരിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ 4 തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയുടെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ബ്രെഡും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ബ്രെഡ് ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും മതി, ആ 4 ബ്രെഡിൻ്റെ ഇത് മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വലിയ പാൻ ആയതുകൊണ്ട് നമുക്ക് ഒരു സൈഡിലോട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒതുക്കി ഈ ഒരു സൈഡിലോട്ട് വെച്ച് ഒതുക്കിയെടുക്കാം കേട്ടോ. അധികം പരത്തിയെടുക്കണ്ട, ഇതേപോലെ ഇത്തിരി കട്ടിക്ക് വേണം നമ്മൾ ഇത് ചുട്ടെടുക്കാൻ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ പൊടിഞ്ഞു പോകാതെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മറു സൈഡും കൂടി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബ്രെഡ് കൊണ്ടുള്ള നല്ല സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ബ്രെഡും മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കിക്കൊണ്ട് തന്നെ കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ.